തറവാടിന്റെ പ്രധാന വാതിൽ തുറന്നു കയറുന്നത് പരദേവത ഇരിക്കുന്ന മുറിയുടെ അടുത്തേക്കാണ്. തറവാടിന്റെ നിലവിലെ അവകാശികളാണ് തറവാടിനോട് ചേർന്നുള്ള വീട്ടിൽ താമസിക്കുന്നത്. തറവാടും അതിനുള്ളിലെ അറയും നിലവറയും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. പുരാതന തച്ചുശാസ്ത്രവും വാസ്തുവിദ്യയും എല്ലാം തറവാടിന്റെ പല കോണുകളിലായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പണ്ടുകാലത്തെ ആളുകളുടെ ജീവിത രീതിയെയും കാർഷിക സംസ്കാരത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് തറവാടിനുള്ളിലെ നിർമ്മിതികൾക്കും രീതികൾക്കും ഒക്കെ. ഏഴംകുളം ക്ഷേത്രത്തിലെ തൂക്കം എന്ന ചടങ്ങ് നടക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാളമ്പും വില്ലും ഈ തറവാടിന്റെ നിലവറയിൽ ഇന്നും ഭദ്രമായി ആരാധനയോടെ സൂക്ഷിക്കുന്ന ഒരു വസ്തുവാണ്. ഏഴംകുളം ക്ഷേത്രത്തിലെ തന്ത്രി തന്നെയാണ് തറവാട്ടിലെയും തറവാട്ട് കാവിന്റെയും പൂജകളൊക്കെ ചെയ്യുന്നത്. തറവാട്ടിൽ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന മറ്റു പല വസ്തുക്കളും ഇവിടത്തെ അറയിലും നിലവറയിലും ഒക്കെയായി കാണാൻ സാധിക്കുന്നത്. തറവാട് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തറവാടിന്റെ കാവുകൾ. വൻമരങ്ങളും ഔഷധ സസ്യങ്ങളും എല്ലാം നിറഞ്ഞ ഒരു നിത്യഹരിത വനത്തിന് സമാനമായ പ്രതീതിയാണ് ഇവിടെ. തറവാടിന്റെ ഭാഗമായിരുന്ന വലിയ കാവിരുന്ന സ്ഥലത്താണ് നിലവിൽ കല്ലട ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഭാഗമായ കനാൽ വന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമ്പലത്തിലാൽ തറവാട്ടുകാവിലെ ഒരു വൃക്ഷമാണ്. കണ്ടില്ല അതിന്റെ വലിപ്പം. എന്നിരുന്നാലും കനാലിന്റെ മറുകരയായി തറവാടിന്റെ ഭൂമിയോട് ചേർന്ന് പഴയ കാവിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. പഴമയുടെയും ചരിത്രത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒക്കെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ എത്തുമ്പോൾ കാണാൻ സാധിക്കും. തറവാടിനെ പറ്റി അറിഞ്ഞെത്തിയ ഞങ്ങളെ വളരെ സ്നേഹത്തോടെ തന്നെയായിരുന്നു തറവാടിന്റെ അവകാശികൾ സ്വീകരിച്ചതും വീഡിയോ ചെയ്യാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അവരിൽ നിന്നും ഉണ്ടായി. തറവാടിനെ പറ്റിയും കാവിനെ പറ്റിയും ഒക്കെയുള്ള ഡീറ്റെയിൽ വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്.